ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഡ്രോണിൻ്റെ കാര്യമൊക്കെ എന്തായെന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പം അതിനായി വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പം ഇന്ന് നമ്മൾ കോളേജിൽ ചെന്നപ്പോഴത്തേക്ക് നമ്മളോട് പറഞ്ഞു ആദ്യത്തെ അവർ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വർക്ക്ഷോപ്പൊക്കെ ഉള്ളതെന്ന്. അപ്പം ആദ്യത്തെ ഒരു അവർ ഞങ്ങൾ ക്ലാസ്സിൽ കയറിയിട്ട് ആ ഒരു ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ നേരെ വർക്ക്ഷോപ്പിനായിട്ട് പോയി. ഞങ്ങൾ അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന ചേട്ടന്മാരും അവിടെ എത്തി. പിന്നെ ഞങ്ങൾ കൂടുതലൊന്നും നോക്കിയില്ല, ഞങ്ങളുടെ വർക്ക് നേരെ ആരംഭിച്ചു. ഇന്നലെ എവിടെ വെച്ച് കൊണ്ട് നിർത്തിയോ അവിടെ വെച്ച് തന്നെ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതിനിടയ്ക്ക് ആ ചേട്ടന്മാർ ഇതിൻ്റെ കണക്ഷനൊക്കെ എങ്ങനെയൊക്കെ കറക്റ്റായിട്ട് കൊടുത്താൽ ഇത് വർക്ക് ചെയ്യുമെന്നുള്ള കാര്യങ്ങളൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് അവർ പറഞ്ഞു തന്നു. പിന്നെ അതുപോലെ തന്നെ അവർ പറഞ്ഞ രീതിയിലൊക്കെ അതിൻ്റെ ആന്റിനെയൊക്കെ ഞങ്ങൾ ഫിറ്റ് ചെയ്തു. അങ്ങനെ പണിയൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങളുടെ ഒരു പ്രൊപ്പല്ലറിൻ്റെ ഹാൻഡിൽ ജാമായി. അത് എത്ര ശ്രമിച്ചിട്ടും ആ ചേട്ടന്മാരും ഒക്കെ ഒത്തിരി ശ്രമിച്ചിട്ടും അത് ഊരാൻ പറ്റിയില്ല. എന്നാലും ഞങ്ങൾ കുറെ ട്രൈ ചെയ്ത് അത് ഊരാനായിട്ട്. എപ്പോഴും ഇങ്ങനെ പറയണമെന്നില്ല, ശരിയാക്കി തന്നാൽ മതി. ഇവനാണെങ്കിൽ ഇത് ഇരുന്നും കിടന്നും ഒക്കെ നോക്കിയിട്ടും അത് ഊരി വന്നില്ല. പിന്നെ പുതിയ ഒരെണ്ണം ഉണ്ടാക്കാനും കൂടുതൽ സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞു അതൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പ് സ്പ്ലിറ്റ് ആക്കി ബാക്കി ഗ്രൂപ്പിലൊക്കെ ചേരാൻ. പക്ഷേ ഇത്രയും ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ അതങ്ങോട്ട് വിട്ടുകൊടുക്കാനും ഞങ്ങൾക്ക് തോന്നിയില്ല. ഞങ്ങൾ പിന്നെയും കുറേ നോക്കി അത് ഊരാനൊക്കെ, പക്ഷെ അത് ഭയങ്കര ടൈറ്റ് ആയതുകൊണ്ട് അതൊട്ടും ഊരിയും വന്നില്ല. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ ജൂനിയേഴ്സ് അങ്ങോട്ട് വന്നു. അങ്ങനെ ഇവൻ അത് എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ കാണിച്ച് അവനത് ഊരി ഞങ്ങളുടെ കയ്യിൽ തന്നു. അങ്ങനെ അത് കൊണ്ടുപോയി ഞങ്ങൾ ആ ചേട്ടന്മാരുടെ കൊടുത്തു. അങ്ങനെ വീണ്ടും ഞങ്ങളുടെ വർക്ക് സ്റ്റാർട്ടായി. അങ്ങനെ ഡ്രോണിൽ നിന്ന് ഊരിയെടുത്ത സാധനങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് ഞങ്ങൾ ഫിറ്റ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് പിന്നെ ഒരു കുഴപ്പമുണ്ട്. അതായത് ഞങ്ങളുടെ ഡ്രോണിന്റെ മോട്ടർ വർക്ക് ചെയ്യത്തില്ല. പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അതിന്റെ വിധി. പിന്നെ വന്ന ചേട്ടന്മാരും പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, സമയക്കുറവ് കാരണം നമ്മൾ ആകെ ഒരു ഡ്രോൺ മാത്രമേ പറപ്പിക്കുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ കമ്പോണൻസ് ഒക്കെ വെക്കുന്ന കാര്യങ്ങളല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പിന്നെ പറഞ്ഞു കാണിച്ചു ഒക്കെ തന്നു. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞങ്ങളോട് പറഞ്ഞു അതിൽ ഫാൻ ഫിറ്റ് ചെയ്യാൻ. അങ്ങനെ ഞങ്ങൾ 4 ഫാനൊക്കെ ഫിറ്റ് ചെയ്തു. അങ്ങനെ അതോടെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡ്രോണിൻ്റെ പണി ഏകദേശം മൊത്തം കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇനി അത് പറപ്പിക്കാനായിട്ട് ഞങ്ങളത് വെളിയിലോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പം വെളിയിലോട്ട് ഞങ്ങളത് നേരെ എടുത്തു. പക്ഷെ ആദ്യം നോക്കി ആ ഒരു സ്ഥലത്ത് പറപ്പിക്കാൻ കുറച്ച് പാടുള്ളതുകൊണ്ട് ഞങ്ങൾ നേരെ അത് ഗ്രൗണ്ടിൽ വെച്ച് പറപ്പിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഈ സാധനമൊക്കെ നേരെ കാറി കയറ്റിയിട്ട് നേരെ ഗ്രൗണ്ടിലേക്ക് വിട്ടു. അങ്ങനെ ഗ്രൗണ്ടിലെത്തി അതിൻ്റെ ഹാൻഡിലൊക്കെ ഒന്നുകൂടെ ഒക്കെ നല്ല ശരിക്ക് ടൈറ്റ് ചെയ്ത്, കാരണം പറപ്പിക്കുമ്പോൾ താഴെ വീഴില്ലല്ലോ. അതിനുശേഷം ഒരു ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ച് അതിൻ്റെ 2 ബാറ്ററിയും അതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചതിന് ശേഷം അത് കണക്ട് ചെയ്തു. അവിടെ വന്ന് എല്ലാവർക്കും തന്നെ നല്ല ആകാംക്ഷയായിരുന്നു അതൊന്ന് പറക്കുന്ന കാണാനായിട്ട്. ഈ ഒരു ഡ്രോണിനെ എടുത്ത് ഹൊറിസോണ്ടലും വെർട്ടിക്കലും ആയിട്ടൊക്കെ കറക്കുന്നുണ്ട്. അങ്ങനെ കറക്കിയാൽ മാത്രമേ ഈ ഒരു ഡ്രോണിന് അതിൻ്റെ ഹൊറിസോണ്ടൽ പോയിന്റും വെർട്ടിക്കൽ പോയിന്റും ഒക്കെ തിരിച്ചറിയാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ മൊത്തം പരിപാടിയും കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ഡ്രോൺ ആകാശത്തിലേക്ക് പറന്നുയരുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അവർ DJ-യുടെ ഒരു ചെറിയ ഡ്രോൺ കൂടെ കൊണ്ടുവന്നായിരുന്നു. അതും അവർ ആ ഒരു ഗ്രൗണ്ടിൽ അവരത് പറപ്പിച്ചു. ആദ്യം കുറച്ച് നേരം അവർ ഓടിച്ച് കാണിച്ചതിന് ശേഷം ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ കയ്യിലും അവരത് ഓടിക്കാനായിട്ടൊക്കെ തന്നു. അങ്ങനെ ഞാനും ഡ്രോൺ ഓടിക്കുന്നത് എക്സ്പീരിയൻസ് ചെയ്തു. അത് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയാണ്. അങ്ങനെ ഈ ഒരു ഡ്രോൺ ലാൻഡ് ചെയ്യുന്നതോടുകൂടി ഞങ്ങളുടെ 3 ദിവസത്തെ ഡ്രോൺ വർക്ക്ഷോപ്പും ഇവിടെ തീരുകയാണ്. നല്ല അടിപൊളി ഒരു വർക്ക്ഷോപ്പായിരുന്നു. നമുക്ക് ഡ്രോണിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റി. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.